കണ്ണൂരിലേക്കാണ്. അവിടെ പ്രതിഷേധം അലയടിക്കുന്നു. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടതുപോലെ വിവിധയിടങ്ങളിലാണ് ആരോഗ്യവകുപ്പിനെതിരായ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, പലയിടങ്ങളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. ഇപ്പോഴും ആരോഗ്യവകുപ്പിനെതിരെ ഏതൊക്കെ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ? ജില്ലയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ദിവിഷ്മണി, ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം കണ്ണൂരിലും യൂത്ത് കോൺഗ്രസ് ശക്തമാക്കുകയാണ്. അല്പസമയം മുൻപാണ് കണ്ണൂരിലെ DMO ഓഫീസിന്റെ മുൻപിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. ഒരു കൂട്ടം പ്രവർത്തകരുണ്ട്. ആദ്യം ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം ഈ പ്രവർത്തകർ DMO ഓഫീസിന്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്നോ രണ്ടോ പ്രവർത്തകർ ഗേറ്റ് കടന്ന് DMO ഓഫീസിന്റെ അകത്തേക്ക്, അതായത് ഓഫീസ് പരിസരത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ കണ്ണൂരിലെ DMO ഓഫീസിന് മുൻപിൽ റോഡിൽ കുത്തിയിരുന്നടക്കം പ്രതിഷേധിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ വളരെ നേരത്തെ തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടെ സംഘർഷമുണ്ടാവുമെന്ന ധാരണയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന വനിതാ പ്രതിഷേധക്കാരെ പോലും റോഡിൽ വലിച്ചയച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ കാഴ്ചകളാണ് കണ്ണൂരിൽ നിന്ന്, പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. സംസ്ഥാന നേതാവ് ജോമോൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ജോമോൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. KSUവിന്റെ കണ്ണൂരിൽ പ്രതിഷേധം സംഘർഷാവസ്ഥയിലാണ്.